ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. റബ്ബർ മാറ്റുമായി തമിഴ്നാട്ടിലേക്ക് പോയ ലോറി ആര്യങ്കാവിൽ കത്തിനശിച്ചു. ആളപായമില്ല. കൊട്ടാരക്കര റവന്യൂ ജില്ലാ കലോത്സവത്തിലെ സ്റ്റേജ് തകർന്ന് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ഗവർണർ P സദാശിവം വ്യാഴാഴ്ച പത്തനാപുരത്തെ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി. വാർത്തകൾ വിശദമായി. റബ്ബർ മാറ്റുമായി തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിക്ക് തീപിടിച്ചു. ബുധനാഴ്ച പുലർച്ചെ 4 മണിക്ക് ആര്യങ്കാവിലാണ് സംഭവം. തിരുവല്ലയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് റബ്ബർ മാറ്റുകൾ കയറ്റിപ്പോയ ലോറിയാണ് ആര്യങ്കാവ് വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് തീപിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എന്നാൽ ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. വാഹനം ഓടിച്ചു വരവെ മറ്റു ഡ്രൈവർമാർ ലോറിയുടെ പുറകുവശത്തായി തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ലോറി ഡ്രൈവറെ വിവരമറിയിക്കുകയും വാഹനം റോഡ് സൈഡിൽ ഒതുക്കി നിർത്തി വെള്ളം ഒഴിച്ച് തീ അണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനോടകം തീ നിയന്ത്രണാതീതമായി കത്തിപ്പടരുകയായിരുന്നു. ലോറി വളരെ വേഗം തന്നെ കത്തി നശിക്കുകയായിരുന്നുവെന്ന് ലോറി ഡ്രൈവർ மாரியப்பன் പറയുന്നു. தூத்துக்குடிக்கு கெமிக்கல் மூட்டையும் நேற்று இறக்கி வந்தது. செக் போஸ்ட்டில் வந்து யாரையும் செக் போஸ்ட் பண்ணிட்டு செக் போஸ்ட் பற்றியே உள்ளே போயிட்டு உள்ளே போனோன்னா டிரைவர் இந்த மாதிரி இந்த வண்டியில் புகை வருதுன்னு சொல்லி போட்டாங்க. இங்கே வந்து பார்க்கும்போது புகை வந்துட்டு இருந்தது. தார்பாயை அவுத்து கயிறை அவுத்து தார்பாயை சொல்லி கப்புன்னு தீ பிடிச்சுன்னா எங்களால் தீ அணைக்க முடியல. உடனே பயிர் சர்வீஸ் போகணும். அவங்க வர்றதுக்கு 1.5 மணி நேரம் புறநூலேருந்து வரணும். அதுக்கு மட்டும் வண்டி எல்லாம் கம்ப்ளீட்டாக எரிஞ்சு முடியாது. തുടർന്ന് പുനലൂർ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ ആര്യങ്കാവിലെത്തി തീകെടുത്താൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും വാഹനം പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. എന്നാൽ ലോറിയിൽ തീ പിടിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇരുതലമൂരി പാമ്പിനെ പിടികൂടിയെന്ന വാർത്ത വരുന്നതോടെ പത്തനാപുരത്ത് പച്ചക്കറി കടയിൽ കാണികളുടെ തിരക്കേറി. പാമ്പിനെ പിന്നീട് വനപാലകർക്ക് കൈമാറി.
ഇരുതലമൂരി പാമ്പിനെ പിടിച്ചു എന്ന വാർത്ത പരന്നതോടെ ആൾക്കാർ കാണുവാനായി തടിച്ചുകൂടി. എത്യോഫിസ് എന്ന അപൂർവ ഇനത്തിൽപ്പെട്ട പാമ്പാണ് ഇതെന്ന് പിന്നീട് മനസ്സിലായി. പത്തനാപുരത്താണ് ഈ പാമ്പ് അതിഥിയായി എത്തിയത്. പത്തനാപുരം കല്ലുംകടവ് PTP പച്ചക്കറി വ്യാപാര കേന്ദ്രത്തിൽ എത്തിയ പാമ്പിനെ വ്യത്യസ്തത തോന്നിയ ഇവിടുത്തെ ജീവനക്കാർ ഷിയാദ് ഖാനും രഞ്ജുവും ചേർന്ന് പിടികൂടി പരിപാലിക്കുകയായിരുന്നു. സൗത്ത് ഏഷ്യ, ചൈന എന്നിവിടങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന പാമ്പിനെ ചതുപ്പ് നിലങ്ങളിലും തണുത്ത ഭൂമിയിലും കണ്ടുവരുന്നു. ഭൂമിക്കടിയിൽ മുട്ടയിടുന്ന ഇനത്തിൽപ്പെട്ട ഇവ വിരിഞ്ഞു കുഞ്ഞുങ്ങളുമായാണ് പുറത്തുവരുന്നത്. മണ്ണിരയും ചെറിയ പ്രാണികളുമാണ് ആഹാരം. ചില കാഴ്ച ബംഗ്ലാവുകൾ ഇവയെ വളർത്തുന്നുണ്ട്. ഇരുതലമൂരി ഇനത്തിൽപ്പെട്ട പാമ്പിന് അന്ധവിശ്വാസത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ മോഹവില നൽകി ചിലർ വഞ്ചിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇത് ഇരുതലമൂരി ഇനത്തിൽപ്പെട്ട പാമ്പല്ല. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പാമ്പിനെ വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. പിന്നീട് വനംവകുപ്പ് അധികൃതർ ഇതിനെ ഉൾവനപ്രദേശത്ത് തുറന്നുവിട്ടു. ഇതിനെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ ഓരോരുത്തരെ കബളിപ്പിക്കാൻ വിൽക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ പേര് ഐറ്റോബിസ് ട്രിക്കളറിലാണ് ഇതിന്റെ പേര്. അപൂർവമായിട്ട് മനുഷ്യന്റെ മണ്ണിൽ പെടാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പെൻഷൻകാർ ഉൾപ്പെടെയുള്ളവർ അഞ്ചൽ സബ് ട്രഷറിയുടെ പ്രവർത്തനത്തിൽ വലയുന്നതായി പരാതി. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. നിരവധി പേരാണ് പെൻഷൻ വാങ്ങുന്നതിനായി ട്രഷറിയിൽ എത്തുന്നത്. ഇതിൽ കൂടുതലും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. വാർദ്ധക്യം മൂലം ആരോഗ്യ പ്രശ്നം നേരിടുന്ന ഇവർക്ക് പെൻഷൻ വാങ്ങണമെങ്കിൽ രണ്ടാമത്തെ നിലയിൽ കയറണം. ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്നാൽ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയായപ്പോൾ തന്നെ താഴത്തെ നിലയിൽ പെൻഷൻകാരുടെ സൌകര്യാർത്ഥം വലിയൊരു ഹാൾ അനുവദിച്ചു. എന്നാൽ ട്രഷറി ജീവനക്കാർ സർക്കാർ അനുവദിച്ച കെട്ടിടത്തിലേക്ക് മാറുന്ന കാര്യത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. ട്രഷറി പ്രവർത്തിക്കുന്ന സ്വകാര്യ ബിൽഡിംഗ് ഓണറുമായി ട്രഷറി ജീവനക്കാർക്ക് ഒത്തുകളിയുണ്ടെന്നും കെട്ടിട ഉടമയെ സഹായിക്കുന്ന രീതിയിലാണ് ട്രഷറി ജീവനക്കാരുടെ നിലപാടെന്നും പെൻഷൻ യൂണിയൻ ഭാരവാഹികൾ ആരോപിച്ചു. ദീർഘകാലമായിട്ട് 1 വർഷത്തിന് മുമ്പേ ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നു. സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റാനായിട്ട് ബഹുമാനപ്പെട്ട MLA അതിനടിയിലത്തെ നിലയിൽ തന്നെ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ക്യാബിൻ പണിയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ടെൻഡർ കൊടുക്കാൻ വേണ്ടിയാണ് അതിന് ടെൻഡർ നേരത്തെ സ്വീകരിക്കുകയും ആ ടെൻഡറിൽ അത് സ്വീകരിക്കാൻ ആളില്ലാതെ വരിക എന്നാണ് ട്രഷറിയിൽ നിന്ന് കിട്ടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മുടന്ന ന്യായങ്ങളല്ലേ? തീർച്ചയായിട്ടും അതിന് ഇപ്പോൾ ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ അറിവ് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഉടമയും ട്രഷറി ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ് വെളിയിൽ നിന്നുള്ള അഭിപ്രായം. വിലയിരിക്കാൻ സ്ഥലമില്ല, മാത്രമല്ല സൗകര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കില്ല. മുട്ടുവയ്യ, നടുവയ്യ, സമ്മതിക്കാത്തതിന്റെ പേരിൽ അയാൾക്ക് പൈസ കിട്ടും. അതിന്റെ പേരിലാണ് ഇത് അങ്ങോട്ട് മാറ്റാൻ സമ്മതിക്കാത്തത്. ഈ ട്രഷറി ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുവയ്ക്കണം. ട്രഷറി ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ട് കാരണം ഈ മേളിൽ കയറുമ്പോൾ വലിയ പാടാ. താഴെ എവിടെയെങ്കിലും ഒന്ന് ആക്കാൻ എനിക്ക് ഈ ട്രഷറിയുടെ ഓഫീസിൽ കയറണമെങ്കിൽ ഒരു 10-20 മിനിറ്റെങ്കിലും വേണം. അത് ഒഴിവാക്കി ആ സിവിൽ സ്റ്റേഷനിൽ കിട്ടിയ ആ കെട്ടിടത്തിലേക്ക് മാറ്റി തരണമെന്ന് ഞാൻ ആയിട്ടും സ്ഥലപരിമിതി, പ്രായമായവർക്കൊന്നും മുകളിലോട്ട് കയറിപ്പോകാനോ ഇറങ്ങി വരാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് പരിഹരിച്ച് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് എത്രയും വേഗം മാറി സൗകര്യപ്പെടുത്തുന്നു. അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ ട്രഷറി ക്യാബിൻ നിർമ്മാണത്തിനായി ഫണ്ടും ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ക്യാബിൻ നിർമ്മാണം ഏറ്റെടുക്കുവാൻ കരാറുകാർ എത്തുന്നില്ല എന്നാണ് ട്രഷറി സൂപ്രണ്ടിന്റെ മറുപടി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊട്ടാരക്കരയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകത. പരിചമുട്ടുകളിക്കിടെ വീണ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പാരിപ്പള്ളി അമൃത സംസ്കൃത VSSലെ വിദ്യാർത്ഥികളായ ജിതിൻ, ശ്രീജു എന്നിവർക്കാണ് പരിക്കേറ്റത്. നടുവിന് പരിക്കേറ്റ ജിതിനെയും വാളുകൊണ്ട് വലതുകൈക്ക് പരിക്കേറ്റ ശ്രീജുവിനെയും സംഘാടകരും രക്ഷകർത്താക്കളും ചേർന്ന് ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഇന്നലെ രാത്രി 7ഓടെ കൊട്ടാരക്കര ഗേൾസ് HSSൽ തയ്യാറാക്കിയ 2ാം നമ്പർ വേദിയിലാണ് സംഭവം. ഒരേ സമയം 8 പേർ ഓടിയും ചാടിയും കളിക്കുന്ന പരിചമുട്ട് മത്സരത്തിനായി സജ്ജമാക്കിയിരുന്ന സ്റ്റേജിന് ആവശ്യത്തിന് സ്ഥലമുണ്ടായിരുന്നില്ലെന്ന് ആദ്യം തന്നെ മത്സരാർത്ഥികൾ സംഘാടകരെയും വിധികർത്താക്കളെയും ബോധ്യപ്പെടുത്തിയിരുന്നു. എങ്കിലും ബന്ധപ്പെട്ടവർ ഇത് ചെവിക്കൊണ്ടില്ല. മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അവസരം നഷ്ടമാകുമെന്ന് ബോധ്യപ്പെട്ട വിദ്യാർത്ഥികൾ ഒടുവിൽ മത്സരത്തിനിറങ്ങുകയായിരുന്നു. ആകെ 5 ടീമുകളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. ആദ്യമായി മത്സരിച്ച ടീമിലെ വിദ്യാർത്ഥികൾക്കാണ് വീണ് പരിക്കേറ്റത്. താളത്തിൽ കളിച്ചു വരുന്നതിനിടെ ജിതിൻ കാൽ തെറ്റി സ്റ്റേജിനുള്ളിലും ശ്രീജു സ്റ്റേജിന് വെളിയിലുമാണ് വീണത്. വീഴ്ചയ്ക്കിടെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ടാണ് ശ്രീജുവിന് പരിക്കേറ്റത്. സംഭവത്തെ തുടർന്ന് DDO വത്സല, DO പ്രേമകുമാരി എന്നിവരുടെ നേതൃത്വത്തിൽ സംഘാടകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സ്റ്റേജിന്റെ വലിപ്പം കൂട്ടുന്നതിനായി തീരുമാനിച്ചു. വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് വേദിക്ക് സമീപം ഗ്രൌണ്ടിൽ താൽക്കാലികമായി തയ്യാറാക്കിയ വേദിയിലാണ് മത്സരം തുടർന്നത്. ലൈവ് വാർത്ത, പത്തനാപുരം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ.
15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1ാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2ാം സമ്മാനം 1/2 കിലോ സ്വർണം. 3ാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4ാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5ാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്. കടകാലിയാക്കൽ വിൽപ്പനയോടനുബന്ധിച്ച് ന്യൂ ഇയർ ഓഫർ 5/1/2016 മുതൽ 5/2/2016 വരെ. 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുണിത്തരങ്ങൾക്കും 60% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള ബ്ലൗസ് പീസ് 1 മീറ്റർ വെറും 40 രൂപ മാത്രം. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് 1 മീറ്റർ വെറും 100 രൂപ മാത്രം. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്, നിയർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ചെമ്മന്തൂർ ജംഗ്ഷൻ, പുനലൂർ. ശൈവവെള്ളാള സമാജം ഐലറ ഉപസഭ വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കുടുംബസമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഉപസഭാ വാർഷികം, കുടുംബസംഗമം, ക്ഷേമ പെൻഷൻ വിതരണം, വിമുക്ത ഭടന്മാരെ ആദരിക്കൽ, അവാർഡ് വിതരണം എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ഐലറ പച്ചയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ഉപസഭാ പ്രസിഡന്റ് ഐലറ ഹരികുമാർ അധ്യക്ഷനായി. KC തങ്കപ്പൻപിള്ള സ്വാഗതം പറഞ്ഞു. കുടുംബസമ്മേളനത്തിന്റെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MPയും പൊതുസമ്മേളനം ഉദ്ഘാടനം പുനലൂർ മധു XMLAയും നിർവഹിച്ചു. അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഐലറ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. എന്നാലും ഈ ഇത്രയധികം കുടുംബങ്ങളും 10-15 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഓരോരുത്തർക്കും വളരെ വലുതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പത്തനാപുരം താലൂക്ക് യൂണിയൻ ഒറ്റ യൂണിയനായി, ഇപ്പോൾ അത് 3 യൂണിയനാണ്. പുനലൂർ, പത്തനാപുരം, ചടയമംഗലം 3 യൂണിയനാണ് കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഈ മേഖലയിൽ കടന്നു വന്നത്. കാരണം താലൂക്ക് വിഭജനം മാത്രമല്ല, യൂണിയൻ പ്രവർത്തനം നിയോജകങ്ങളുടെ അടിസ്ഥാനത്തിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പുനലൂര്, പത്തനാപുരം, ചടയമംഗലം 3 യൂണിയനുകൾ ആയി. കഴിഞ്ഞ സമ്മേളനത്തിൽ എത്തുമ്പോൾ, വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഒരൊറ്റ യൂണിയനായിട്ടാണ് പ്രവർത്തിച്ചത്. അത് വ്യത്യസ്ത മേഖലകളിലാക്കി അതിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ്. പെൻഷൻ വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് K രാജു MLA നിർവഹിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വിമുക്ത ഭടന്മാരെ ആദരിച്ചു. SSLC, +2 ക്ലാസുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം KVMS രജിസ്ട്രാർ N മഹേശൻ നിർവഹിച്ചു. KVMS ഡയറക്ടർ ബോർഡ് അംഗം PK ഭാസ്കരൻ പിള്ള, വാർഡ് മെമ്പർമാരായ ഷാലു അനിൽകുമാർ, S ഹരിരാജ്, ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK സോമശേഖരപിള്ള, താലൂക്ക് യൂണിയൻ രക്ഷാധികാരി P അർജുനൻ പിള്ള, താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് S പൊടിയൻ പിള്ള, താലൂക്ക് യൂണിയൻ സെക്രട്ടറി J ശിവരാമകൃഷ്ണപിള്ള, KVMS ITC ഡയറക്ടർ ബോർഡ് ചെയർമാൻ R വിജയൻ പിള്ള, കരവാളൂർ ഉപസഭാ പ്രസിഡന്റ് R രാജേന്ദ്രൻ പിള്ള, അഞ്ചൽ ഉപസഭാ പ്രസിഡന്റ് മാത്ര രവി, അച്ചൻകോവിൽ ഉപസഭാ പ്രസിഡന്റ് അച്ചൻകോവിൽ സുരേഷ് ബാബു, തെന്മല ഉപസഭാ പ്രസിഡന്റ് R ദിലീപ് കുമാർ, തൊളിക്കോട് ഉപസഭാ പ്രസിഡന്റ് G മുരളീധരൻ പിള്ള, വാളക്കോട് ഉപസഭാ പ്രസിഡന്റ് SS മോഹനൻ പിള്ള,
റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ പി ബാലകൃഷ്ണപിള്ള, കമ്മിറ്റി അംഗം AK വേലപ്പൻ പിള്ള, GM കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം സംഘടിപ്പിക്കപ്പെട്ട വിവിധ ക്ലാസുകളിൽ സമുദായം നേരിടുന്ന പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തിൽ പാറത്തോട് വിജയൻ, സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ മണക്കാട് പത്മനാഭൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് കലാപരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടു. ലൈവ് വാർത്ത അഞ്ചൽ. സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ചരിത്രരേഖകളുടെ പ്രദർശനം വിജ്ഞാനവും കൌതുകവും ഉണർത്തുന്നു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ നവതി ആഘോഷത്തോടനുബന്ധിച്ചാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. പോയ കാലത്തിന്റെ തിരുശേഷിപ്പിന്റെ ചരിത്രരേഖകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഭാവി തലമുറയ്ക്ക് പോയ കാലത്തെപ്പറ്റി തിരിച്ചറിയാനും അറിവ് നേടാനും പുരാരേഖാ വകുപ്പിന്റെ പ്രദർശനത്തിലൂടെ സാധിക്കുന്നുണ്ട്. പത്തനാപുരത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ചില ഏടുകൾ പുരാരേഖാ വകുപ്പിന്റെ പ്രദർശന കേന്ദ്രത്തിലൂടെ വായിച്ചറിയാൻ സാധിക്കും. AD 1823 പുറത്തുവന്ന പത്തനാപുരം ചൌക്ക അറ്റകുറ്റപ്പണിയുടെ പ്രഖ്യാപനം, 1825 പത്തനാപുരം മുസ്ലിം പള്ളി നവീകരിക്കുന്നതിനായി സഹായം അനുവദിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച പ്രഖ്യാപനം, 1972 സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ രൂപീകരണം സംബന്ധിച്ച തീരുമാനം, 1953 പത്തനാപുരത്ത് ഡിസ്പെൻസറിക്ക് സ്റ്റാഫുകളെ അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം, 1948 പത്തനാപുരത്ത് നിർബന്ധിത പ്രൈമറി വിദ്യാഭ്യാസ ആക്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം, 1947 പത്തനാപുരത്ത് വില്ലേജ് യൂണിയൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രഖ്യാപനം, പത്തനാപുരം മാർക്കറ്റ് വികസിപ്പിക്കുന്നതിനായി ഫോറസ്റ്റ് ഡിപ്പോ വക 50 സെന്റ് സ്ഥലം വിട്ടു നൽകിക്കൊണ്ടുള്ള ഉത്തരവ്, 1953 പത്തനാപുരം ഫോറസ്റ്റ് ഡിപ്പോയിൽ വാച്ച്മാൻ സ്റ്റേഷൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ്, 1949 പത്തനാപുരം ആസ്ഥാനമാക്കി കോടതി, വിദ്യാഭ്യാസ ഓഫീസ്, മൃഗാശുപത്രി എന്നിവ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ്, 1819 പത്തനാപുരം കരിമാൻ പാലം അറ്റകുറ്റപ്പണി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ്, 1853 പത്തനാപുരം കൊട്ടാരം അറ്റകുറ്റപ്പണി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഉത്തരവ്, 1853 ഊട്ടുപുര അറ്റകുറ്റപ്പണി ഉത്തരവ്, പത്തനാപുരം താലൂക്കിന്റെ മാപ്പ് തുടങ്ങി പത്തനാപുരത്തിന്റെ പരിണാമവും ചരിത്രവും ചരിത്ര സംഭവവുമെല്ലാം വിളംബരം ചെയ്യുന്ന ഒട്ടനവധി ചരിത്രരേഖകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. 1941 EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പിടികൂടുന്നതിനായി പോലീസ് വകുപ്പ് 1000 രൂപ വാഗ്ദാനം നൽകിക്കൊണ്ട് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് ഉൾപ്പെടെ ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള ചരിത്രരേഖകൾ പുരാരേഖാ വകുപ്പിന്റെ പ്രദർശന ഹാളിൽ കാണാൻ കഴിഞ്ഞു. കൂടാതെ കാലപ്പഴക്കത്താൽ നശിച്ചു പോയേക്കാവുന്ന ചരിത്രരേഖകൾ നൂറ്റാണ്ടുകളോളം നശിക്കാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന് പുരാരേഖാ വകുപ്പ് ജീവനക്കാർ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കാണിച്ചു കൊടുക്കുന്ന വിജ്ഞാനപ്രദമായ പ്രദർശനവും കാണാൻ കഴിഞ്ഞു. നവതി ആഘോഷത്തിന്റെ എക്സിബിഷൻ കേന്ദ്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഈ പുരാരേഖ പ്രദർശന കേന്ദ്രം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠിക്ക് ഒരു സ്നേഹവീട് പദ്ധതിക്ക് തുടക്കമായി. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് എന്റെ സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി സ്കൂളിലെ 6Aയിൽ പഠിക്കുന്ന ആതിര എന്ന കുട്ടിക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ ശിലാസ്ഥാപന കർമ്മം പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം K. ബാബു പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി വീടില്ലാത്ത ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക എന്നതാണ് നാം ആഗ്രഹിച്ചത്. അതിന് നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താം. എല്ലാ സ്കൂളിൽ വരുന്ന കുട്ടികളിൽ നിന്നും അവരൊരാൾ കഴിയുന്ന സംഭാവന എന്ന് പറയുമ്പോൾ വരുന്ന കുട്ടിയുടെ വീട്ടിലൊരു പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടല്ല. കുട്ടികൾക്ക് വിശേഷ ദിവസങ്ങളിൽ മറ്റുമെല്ലാം കിട്ടുന്ന സമ്മാനങ്ങൾ, സംഭാവനകൾ അല്ലെങ്കിൽ ബന്ധുക്കൾ കൊടുക്കുന്ന സമ്മാനങ്ങളടക്കം അത് പാഴാക്കി കളയാതെ സഹപാഠിക്കൊരു വീട് എന്ന പദ്ധതിയിലേക്ക് അവരുടെ ക്ലാസ് ടീച്ചറെ ഏൽപ്പിച്ച് ഒരു കുട്ടി കുറഞ്ഞത് 500 രൂപയെങ്കിലും ഒരു 2-3 മാസക്കാലം കൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുക എന്നാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടത്.
സ്കൂൾ പ്രിൻസിപ്പൽ നൌഷാദ് അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് ഹെഡ്മാസ്റ്റർ സുരേഷ് സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് G. ഹരി, MPTA പ്രസിഡന്റ് ഗിരിജ തമ്പി, ഡെപ്യൂട്ടി HM PR ഹരികുമാർ, സീനിയർ സ്റ്റാഫ് സെക്രട്ടറി P. മധു, ആഷിഖ്, ആകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേരള ഗവർണർ P. സദാശിവം വ്യാഴാഴ്ച പകൽ 11-ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ എത്തുന്നത്. 1926 മർത്തോമ ദിവന്യാസിയോസ് തിരുമേനിയാൽ സ്ഥാപിതമായ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ 90ന്റെ നിലവിൽ എത്തിയിരിക്കുന്നു. കൊല്ലം, പത്തനംതിട്ട ഉൾപ്പെടുന്ന വലിയൊരു ഭൂപ്രദേശത്തിന്റെ വിദ്യാഭ്യാസ ഉന്നതിക്ക് മുഖ്യ പങ്കുവഹിച്ച വിദ്യാലയമാണ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 2016 ജനുവരി 7 മുതൽ ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും നവതി ഭവന പദ്ധതിയുടെ ഉദ്ഘാടനവും കേരള ഗവർണർ ജസ്റ്റിസ് P. സദാശിവം നിർവഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MP ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. KB ഗണേഷ് കുമാർ MLA മുഖ്യ പ്രഭാഷണം നടത്തും. മോറാൻമോർ ബസേലിയസ് മർത്തോമ പൌലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബ, ഡോക്ടർ യാക്കൂബ് മാർ അയാറിനിയോസ്, ഡോക്ടർ ജോസഫ് മാർ നിവന്യോസ് മെത്രാപ്പൊലീത്ത, സെന്റ് സ്റ്റീഫൻ കോർപ്പറേറ്റ് മാനേജർ റവറൻ CO ജോസഫ് റബ്ബാൻ, ദയറ സെക്രട്ടറി റവറൻ ഫാദർ KB പോൾ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജീബ് മുഹമ്മദ്, ഹെഡ്മാസ്റ്റർ TM ഈപ്പച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വ്യാഴാഴ്ച പകൽ 11 മണിക്ക് എത്തിച്ചേരുന്ന സംസ്ഥാന ഗവർണറെ വരവേൽക്കുവാൻ വൻ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് പത്തനാപുരത്ത് പൂർത്തിയായിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ഗവർണർ നിർവഹിക്കുകയാണ്. ഈ പരിപാടിയിലെല്ലാം മീഡിയാസിന്റെ ഏറ്റവും നല്ല സഹകരണമുണ്ട്. നാട്ടിലെ ജനങ്ങളുടെ എല്ലാം സഹകരണമുണ്ട്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പത്തനാപുരത്തെ പൊതുസമൂഹമാകെ ഈ പരിപാടി ഏറ്റെടുത്ത് ഏറ്റവും നല്ല നിലയിൽ ഈ പരിപാടി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10,000-കണക്കിന് ആളുകളാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ വിവിധ സ്കൂളുകളെ കുട്ടികളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ഒരു 50,000-ൽ പരം ആളുകൾ നമ്മുടെ എക്സിബിഷൻ വന്ന് കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാന കലോത്സവത്തിന്റെ അത്രയും കിടപിടിക്കുന്ന നിലയിലുള്ള ഒരു വിളംബര ഘോഷയാത്രയാണ് ഈ പരിപാടിയുടെ ഭാഗമായി നമ്മൾ 1-ാം തീയതി സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ പരിപാടിയുടെ എല്ലാം വിജയത്തിന് ഇവിടുത്തെ നാട്ടുകാരുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ മാനേജ്മെന്റും എല്ലാം വളരെ നല്ല നിലയിൽ ഈ പ്രവർത്തനങ്ങളെ ആകെ സഹായിച്ചു. ജ്ഞാനശക്തി കൊണ്ടും കർമ്മശക്തി കൊണ്ടും പ്രാർത്ഥനാശക്തി കൊണ്ടും രൂപം കൊണ്ട ഈ വിദ്യാലയം 90ന്റെ നിറവിലെത്തിയപ്പോൾ ഇതിൻ്റെ സംഘാടകർ, സ്കൂൾ മാനേജ്മെൻറ്റ്, സെൻറ്റ് സ്റ്റീഫൻസ് മാനേജ്മെൻറ്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ മുഴുവൻ പൗരാവലിയും സംഘടിച്ചുകൊണ്ട് ഈ നവതി ആഘോഷത്തെ വൻ വിജയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. ഓധറാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066.
പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായ എക്സിബിഷനിൽ ചിരിക്കാത്ത മനുഷ്യൻ കാണികൾക്ക് കൗതുകമാകുന്നു. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇത് മലപ്പുറം സ്വദേശി രാഘവൻ. ഇദ്ദേഹത്തെ ചിരിപ്പിച്ചാൽ ലഭിക്കുന്നത് 1,00,000 രൂപയാണ്. 5 ദിവസക്കാലമായി ഇവിടെ എത്തുന്ന ആയിരങ്ങൾ ഈ മനുഷ്യനെ ചിരിപ്പിക്കാൻ മത്സരിക്കുകയാണ്. കാഴ്ചക്കാരുടെ ഒരു പൊടിക്കൈയും വിജയിച്ചില്ലെന്ന് മാത്രം. ഇദ്ദേഹത്തെ ചിരിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ ഏറെയും വിദ്യാർത്ഥികളാണ് സജീവമായി രംഗത്തു വന്നത്. ഒന്നും ഫലം കണ്ടില്ല. 1,00,000 രൂപ സ്വന്തമാക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞില്ല. മലപ്പുറം സ്വദേശിയായ ഈ 45-കാരൻ തന്നെ ഒന്ന് ചിരിപ്പിച്ച് 1,00,000 രൂപ സ്വന്തമാക്കൂ എന്ന പ്രഖ്യാപനത്തോടെ ഇവിടെയും നിലയുറപ്പിച്ചിരിക്കുകയാണ്. മലപ്പുറം കോട്ടക്കുന്ന് മൈതാനിയിൽ കഴിഞ്ഞ 12 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഇയാളുടെ ഈ വെല്ലുവിളി. ഇതിനോടകം സ്വദേശത്തും വിദേശത്തുമായി നിരവധി സ്ഥലങ്ങളിൽ നിങ്ങൾക്കെന്നെ ഒന്ന് ചിരിപ്പിക്കാൻ കഴിയില്ലേ എന്ന പ്രഖ്യാപനവുമായി ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്തനാപുരത്തും എത്തിയിരിക്കുന്നു. എന്നെ ഒന്ന് ചിരിപ്പിക്കൂ എന്ന വെല്ലുവിളിയുമായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തമിഴ്നാട്ടിലെ മഴക്കെടുതിയുടെ പേരിൽ കേരളത്തിൽ പച്ചക്കറിക്ക് തീവില. എന്നാൽ മഴക്കെടുതിയുടെ പേരിൽ വ്യാപാരികൾ അനിയന്ത്രിതമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണെന്നാണ് ആരോപണം. ഒരു മാസം മുമ്പ് 70 രൂപയ്ക്ക് വരെ പച്ചക്കറി കിറ്റ് ലഭ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ 100 രൂപ മുതൽ 150 രൂപ വരെയാണ് മിക്ക വ്യാപാരികളും ഈടാക്കുന്നത്. തക്കാളി കിലോ 30 രൂപ ആയിരുന്നത് ഇപ്പോൾ 80 രൂപയാണ്. എന്നാൽ ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് വില ലഭിക്കുന്നതുമില്ല. ഇഞ്ചി കിലോയ്ക്ക് 30 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. വ്യാപാരികൾ വിൽക്കുന്നത് 80 രൂപയ്ക്കും 100 രൂപയ്ക്കുമാണ്. റബ്ബറിന് ഉൾപ്പെടെ കാർഷിക വിളകൾക്ക് വില കുത്തനെ ഇടിഞ്ഞപ്പോൾ പച്ചക്കറി ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുത്തനെ ഉയർന്നു. ഇത് സാധാരണക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ്. എന്നാൽ തമിഴ്നാട്ടിലെ മഴക്കെടുതിയുടെ പേരിൽ കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണെന്ന് വ്യാപാരികൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. പത്തനാപുരത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ഹോൾസെയിൽ കച്ചവടക്കാരില്ല. അവർ പറക്കോട്ടുനിന്നും പുനലൂരിൽ സാധനങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അതായത് പുനലൂരിൽ ഒരു പെട്ടി തക്കാളിപ്പഴം, അതായത് 25 കിലോ തക്കാളിപ്പഴത്തിന് 1300 രൂപ ആണെങ്കിൽ ഇവിടെ 1700 രൂപയാണ്. ഞങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നാണ് സാധനം എടുത്ത് ഇത് വിൽക്കുന്നത്. എന്ത് വിലയ്ക്ക് വിൽക്കാനൊക്കെ ഒന്നും ഞങ്ങൾക്ക് തന്നെ തിട്ടമില്ല. കാരണം വെച്ചാൽ തക്കാളിപ്പഴം ആവറേജ് 65 രൂപ വില വീഴുന്നു 1 കിലോയ്ക്ക്. അത് നമ്മുടെ കൂട്ടമർക്കറിക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അത് 100 രൂപയ്ക്ക് വിറ്റാൽ പോലും മുതലാവത്തില്ല. സാധാരണക്കാരൻ വലയുകയാണ്. അതായത് ഇവിടെ 2 ഹോൾസെയിൽ കടയേ ഉള്ളൂ. അവിടെ യഥാർത്ഥപരമായിട്ട് സാധനങ്ങൾ കൃത്യമായിട്ട് വരുന്നില്ല. വന്നാൽ ഇരട്ടി വിലയാണ്. മറ്റ് പറക്കോട്, പത്തനംതിട്ട, കൊട്ടാരക്കര, പുനലൂരൊക്കെ വിൽക്കുന്നതിനേക്കാളും വില കൂടുതലാണ് ഹോൾസെയിൽ വാങ്ങിക്കുന്നത്. പക്ഷേ ഇവരുടെ അടുത്താണ് ഇവിടുത്തെ ചില്ലറ കച്ചവടക്കാരും ഈ കലഞ്ഞൂര്, മാങ്കോട്, പട്ടാഴി, ഇങ്ങനെ നമ്മുടെ ചെറിയ പ്രദേശങ്ങളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ഭയങ്കരമായ വിലകളാണ്. തമിഴ്നാട്ടിൽ വെള്ളം കയറിയായിട്ട് ഇവിടെയായിട്ട് യാതൊരു ബന്ധമില്ല. അവിടെ 10, 20, 50 കിലോമീറ്റർ ചുറ്റുള്ള വെള്ളം കയറിയാൽ ചെന്നൈയിൽ നിന്നാണ് ഇവിടെ സാധനം വരുന്നത്. തിരുനെൽവേലി, ആലംകുളം, പുളിയംകൂടി, പാവൂർ സത്രം, മറ്റ് കർണാടക മേഖലയിൽ നിന്നാണ് പത്തനാപുരത്തൊക്കെ സാധനം വരുന്നത്. പക്ഷേ പത്തനാപുരത്തെ പോലെ ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ അക്കമിട്ട മാർക്കറ്റാണ്. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ദിവസം വിറ്റഴിക്കുന്നതാണ്. 150-150ഓളം ചെറുകിട വ്യാപാരികളുണ്ട്. ഇവർ ഭയങ്കരമായ കച്ചവടങ്ങളാണ്. പക്ഷേ അതിനനുസരിച്ച് വില കുറച്ച് കിട്ടുന്നില്ല. ഇതൊക്കെ നല്ല മുതലാളിമാർ, ഹോൾസെയിൽ മുതലാളിമാർ വന്നാലേ ഇതൊക്കെ അടിസ്ഥാനമായിട്ട്. അതുപോലെ സർക്കാർ ഇത്ര മാർക്കറ്റോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഒരു സ്ഥാപനങ്ങൾ പോലില്ല. താലൂക്കാന്ന് പറയുന്നത്. പക്ഷേ അടിസ്ഥാനമായിട്ട് ഒരു പച്ചക്കറി കടയോ മറ്റ് യഥാർത്ഥപരമായിട്ട് ഒരു ധാന്യങ്ങൾ കിട്ടുന്ന ഒരു കടകളില്ല. ഇതാണ് അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ. ഇതിൽ മറ്റ് പാർട്ടിയോ കാര്യങ്ങളോ വിദ്വേഷങ്ങളോ ഒന്നുമില്ല. ഇതിപ്പം ഹോൾസെയിൽ കച്ചവടക്കാർ അന്യായ വില ഇവിടെ ഈടാക്കുന്നത്. ഇവിടെ ബാധ്യതയൊന്നുമില്ല. അന്നൊന്ന് എടുത്ത് അന്നൊന്ന് പൈസ കൊടുക്കുക. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ 10,000 രൂപ കുറഞ്ഞെങ്കിലും പിറ്റേ ദിവസം ആ പൈസ കൂടെ ചേർത്തായിരിക്കും കൊടുത്താലേ അവർ സാധനം പോലും തരികയുള്ളൂ. 100 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയാൽ ഒരു ദിവസം പോലും ഉപയോഗിക്കാൻ തികയില്ലെന്നും വീട്ടമ്മമാർ പറയുന്നു. 1 കിലോ ഉള്ളി വാങ്ങണമെങ്കിലോ 60 രൂപ. അത് ഇവിടുത്തെ വ്യാപാരികൾ അവർ തോന്നുന്ന രീതിയിൽ വില കയറ്റുന്നു. അതിന് കാരണം ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? തമിഴ്നാട്ടിൽ പ്രളയം, ആകപ്പാട് കൃഷി നാശം. എങ്കിൽ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര വില. അതുകൊണ്ട് 50 രൂപ കിറ്റായിരുന്നു ആദ്യം, പിന്നെ അത് 75 രൂപയാക്കി, പിന്നെ 100 രൂപയാക്കി, ഇപ്പോൾ 150 രൂപ. എന്നിട്ട് ചന്ദനലേപ സുഗന്ധം എന്നൊരു പാട്ടുകൂടെ പാടിയെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ന്യായമായ രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലൂടെ ഇഷ്ടംപോലെ പച്ചക്കറി, പഴവർഗ്ഗം ഐറ്റങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ കർഷകർക്ക് കൃത്യമായിട്ട് വില കിട്ടുന്നില്ല. കാരണം 1 കിലോ ഇഞ്ചി കർഷകൻ ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു വർഷത്തെ വിളവെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിളച്ച് പറക്കി കൊണ്ടു കൊടുക്കുമ്പോൾ കിട്ടുന്ന വില 1 കിലോയ്ക്ക് 20 രൂപ. പക്ഷെ മറിച്ചോ ഇവർ വിൽക്കുന്ന ഇഞ്ചിക്കോ 1 കിലോയ്ക്ക് 100 രൂപ. ഇങ്ങനെ നമ്മുടെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയായി കഴിഞ്ഞു ഇവിടുത്തെ കച്ചവടക്കാർ. ശരിക്കും പറഞ്ഞാൽ കച്ചകപടം എന്ന മലയാള ഭാഷയിൽ ഇതിനെ പറയുന്നത്. അത് കച്ചകപടം തന്നെയാണ്. യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇതുണ്ടാകണമെങ്കിൽ നമ്മൾ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൃഷിക്കാരെ വളർത്തുന്നതിന്
വേണ്ട സഹായങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് അവർക്ക് കൃഷി നഷ്ടം സംഭവിച്ചാൽ അത് ന്യായമായ രൂപത്തിൽ എഴുതി തള്ളിക്കളയാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക്. എന്തായാലും സാധാരണ ജനതയ്ക്ക് വിലക്കയറ്റം താങ്ങാനാവാത്തതിനും അപ്പുറമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണ്ണ നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.